പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുവിലൂടെ ലോകത്തിന് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്നായിരുന്നു യേശുവിൻ്റെ പിതാവിനെ ദൈവം നമുക്ക് പിതാവായി തന്നു എന്നുള്ളത്. യേശുവിലൂടെ ലോകത്തിന് സമ്മാനിക്കപ്പെട്ട അമൂല്യമായ ഒരു ദാനമായിരുന്നു ലോകത്തിന് ഒരു പിതാവിനെ ലഭിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ വരം നൽകി. യേശുവിനെ സ്വീകരിച്ചവർക്ക് അവിടുന്ന് നൽകിയ വരം ദൈവമക്കളാകാനുള്ള വരമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ യോഹന്നാൻ വീണ്ടും പറയുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ഈ നിമിഷങ്ങളിൽ ഈ മക്കളായി ജീവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തെ പിതാവായി കാണുക എന്നുള്ളത് എത്ര വിലപ്പെട്ട ഒരു ഭാഗ്യമാണെന്ന് തിരിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. ഈ ഭൂമിക്ക് ഒരു പിതാവിനെ ആവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടപ്പോൾ കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം തന്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തെ, ദൈവ പിതൃത്വത്തെ, ദൈവമെന്ന പിതാവിനെ സ്വീകരിക്കാൻ ദൈവം ആദ്യം ചെയ്തത് സ്വന്തം മകനെ അയച്ചു എന്നുള്ളതാണ്. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പുത്രനാണ്. ദൈവത്തിന്റെ മുമ്പിൽ അടിമകളായി കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ദാസ്യവേല ചെയ്തിരുന്ന, ദൈവത്തിന്റെ മുമ്പിൽ മക്കളെന്ന അവകാശങ്ങളോടെ നിൽക്കാൻ സാധ്യതയില്ലാതിരുന്ന ഒരു ജനതയെ ദൈവം തന്റെ മക്കളാക്കി മാറ്റി യേശുവിലൂടെ. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് എന്ന് പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങളിൽ പറയുന്നു. ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നത് ദൈവാത്മാവ് വഴിയായിട്ടാണ്. ദൈവത്തിന്റെ വചനം റോമാലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ, യേശുവിനെ സ്വീകരിച്ചവർക്ക് ദൈവം പിതാവായിട്ട് മാറുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് ദൈവം പിതാവായിട്ട് മാറുന്നു. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ഈ ആത്മാവ് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവം നമ്മുടെ പിതാവാണ്. ഈശോയുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിന്റെ നാവിൻ തുമ്പിലൂടെ ഏറ്റവും കൂടുതൽ തവണ പുറത്തു വന്ന വാക്ക് പിതാവ് എന്ന വാക്കാണ്. ആവർത്തിച്ച് ഈശോ പറഞ്ഞുകൊണ്ടേയിരുന്നു: എന്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, നല്ലവനായ പിതാവ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്ന പിതാവ്, നിങ്ങളുടെ പിതാവ്. ഇങ്ങനെ പിതാവ് പിതാവ് എന്ന വാക്ക് യേശുവിന്റെ നാവിൻ തുമ്പിലൂടെ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരുന്നു. ഈശോയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കർത്താവ് അവന്റെ സംഭാഷണം ആരംഭിക്കുന്നത് പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ ജെറുസലേമിൽ വെച്ച് കാണാതെ പോയതിനു ശേഷം വേവലാതികളോടെ ഒരു അപ്പനും അമ്മയും മകനെയും തിരക്കി സിയോന്റെ കൽവഴികളിലൂടെ അലഞ്ഞു നടന്നതിന്റെ ഒടുവിൽ ദേവാലയത്തിന്റെ അകത്തളങ്ങളിൽ താർക്കികരുമായി വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന മകനെ അവർ കണ്ടെത്തുകയും മകനോട് ഈ അമ്മ ചോദിക്കുകയും ചെയ്യുന്നു: മകനെ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും നിന്നെ എത്ര തീഷ്ണതയോടെ, വേദനയോടെ അന്വേഷിക്കുകയായിരുന്നു. ഈശോ ഇങ്ങനെ മറുപടി പറയുന്നു: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാവേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈശോ അവന്റെ
സംസാരം ആരംഭിക്കുന്നത്, പരസ്യ ജീവിതത്തിലെ നമുക്കറിയാവുന്ന ഈശോയുടെ സംസാരം ആരംഭിക്കുന്നത് അപ്പനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാവേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈശോയുടെ സംസാരം അവസാനിക്കുന്നത് എങ്ങനെയാണ്? നിർണായകമായൊരു കുരിശിന്റെ വേദനകളിൽ സ്വയം ചേർത്ത് വെച്ചതിന് ശേഷം കാൽവരിയുടെ നെറുകയിൽ മനസ്സും ശരീരവും ആത്മാവും വിണ്ടുകീറി കിടക്കുന്ന ഒരു മകൻ പിതാവിനോട് നിലവിളിച്ച് കരയുന്നു, അപ്പാ, നീ പോലും എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ചക്രവാളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് നിരായുധനാക്കപ്പെട്ട ഒരു മകന്റെ നിലവിളികൾ ഗാഗുൽത്തായിൽ ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കുന്നതായി നാം അറിയുന്നു. അപ്പാ, നീ എന്നെ കൈവിട്ടതെന്താണ്? ഒടുവിൽ മരണത്തിലേക്ക് നടന്നു മറയും മുമ്പ്, മരണത്തിലേക്ക് പറിച്ചെറിയപ്പെടും മുമ്പ് യേശുവിന്റെ നാവിൻ തുമ്പിലൂടെ പുറത്തു വന്ന അവസാനത്തെ മൊഴിയിലും ഈ പിതാവേ എന്നുള്ള വിളിയുണ്ടായിരുന്നു. അപ്പാ, നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാം പൂർത്തിയായി. ആബാ, നിന്റെ കരങ്ങളിൽ, പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ ഈശോ തുടങ്ങിയത് അപ്പനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈശോ ഒടുങ്ങിയത് അപ്പനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയിലുള്ള 1000 തവണ അവന്റെ നാവിൻ തുമ്പിലൂടെ അപ്പനെക്കുറിച്ചുള്ള വാക്കുകൾ ലോകം ശ്രദ്ധയോടെ കേട്ടു. എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്? ഊണിലും ഉറക്കത്തിലും നിതാന്ത ജാഗ്രതയായിരുന്നു യേശുവിന് പിതാവ്. അതുകൊണ്ടാണ് യേശുവിലൂടെ ഈ അപ്പനെ നമുക്ക് കിട്ടുന്നത്. മക്കൾ ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, എത്ര അവകാശമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഈ പിതാവ് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. ആ സമ്പത്ത് മക്കളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ പിതാവിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഈശോ ലോകത്തോട് പറയും, മക്കൾ അപ്പം ചോദിച്ചാൽ നിങ്ങളിൽ ഏത് പിതാവാണ് കല്ല് കൊടുക്കുന്നത്? മീൻ ചോദിച്ചാൽ നിങ്ങളിൽ ഏത് പിതാവാണ് പാമ്പിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി നല്ല ദാനങ്ങൾ നൽകുകയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവപിതാവിൻ്റെ സകലത്തിൻ്റെയും അവകാശികളാണ് മക്കൾ. ദൈവം നമുക്ക് പിതാവാണെങ്കിൽ യേശു നമ്മുടെ സഹോദരനായിട്ട് മാറുന്നു. പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ട മകളായിരുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയായിട്ട് മാറുന്നു. സ്വർഗത്തിലെ ദൈവദൂതന്മാർ നമ്മുടെ സഹോദരങ്ങളായിട്ട് മാറുന്നു. പിതാക്കന്മാരും രക്തസാക്ഷികളും വിശുദ്ധരും നമുക്ക് മുമ്പേ കടന്നുപോയ യേശു സ്നേഹത്തെ പ്രതി ജീവിതത്തെ ഒരു ബലിവസ്തുവായിട്ട് ചേർത്ത് വെച്ച സകല മനുഷ്യരും നമുക്ക് സഹോദരതുല്യരായിട്ട് മാറുന്നു. സ്വർഗം നമ്മുടെ വീടായി മാറുന്നു. ദൈവപിതാവിന്റെ ഭവനത്തിലെ മക്കളായിട്ട് നാം മാറുന്നു. അപ്പൊ ഇതാണ് ദൈവം പിതാവായി മാറുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമതായിട്ട് ദൈവം പിതാവാണ് എന്ന ബോധം മക്കൾക്ക് നൽകുന്ന പേരിട്ട് വിളിക്കാൻ പറ്റാത്ത ഒരു സുരക്ഷിത ബോധമുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് ഇടമുണ്ട് എന്ന ചിന്തയാണ് ദൈവം പിതാവാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം തിരുവചനം, ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? ലൂക്ക 12:6 മറ്റൊരു ഭാഗത്ത് ഈശോ ഇങ്ങനെ പറയും, 2 നാണയത്തിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? കണക്കിന്റെ ചെറിയൊരു പൊരുത്തക്കേട് സംഭവിക്കുന്നുണ്ട് ഇവിടെ. ഒരു ഭാഗത്ത് പറയുന്നു 1 നാണയത്തിന് 2 കുരുവികൾ, മറ്റൊരു ഭാഗത്ത് പറയുന്നു 2 നാണയത്തിന് 5 കുരുവികൾ. 1 × 2 2, 2 × 2 4.
ഈ അഞ്ചാമത്തെ കുരുവി എവിടുന്ന് വന്നു? ഈ അഞ്ചാമത്തെ കുരുവി എവിടുന്ന് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ്? അഞ്ചാമത്തെ കുരുവി 2 നാണയം കൊടുത്ത് 4 കുരുവിയെ വാങ്ങിക്കുമ്പോൾ അത് നിർത്തിയ മനുഷ്യർക്ക് വിലയുണ്ടാവുന്നു. സാധാരണ നമ്മുടെ പരിഗണനകൾക്ക് വില കൽപ്പിക്കപ്പെടാതെ പോയ പരിഗണനകളിൽ വില കൽപ്പിക്കപ്പെടാതെ പോയ ആളുകൾക്ക് വിലയുണ്ടാവുന്നു. 5 കുരുവികൾക്ക് വിലയുണ്ടാവുന്നു. അവഗണിക്കപ്പെട്ടവയ്ക്ക് വിലയുണ്ടാവുന്നു. ഓരോ തലമുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഒരു മുടി കുഴിയുമ്പോൾ ദൈവത്തിനറിയാം ഒരു മുടി കൊഴിഞ്ഞു. അപ്പൊ ഇതാണ് ദൈവം പിതാവാകുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തേത്. ഇനി ഈശോ പഠിപ്പിച്ച പിതാവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗം, എങ്ങനെയാണ് ഒരാൾ ഈ പിതാവിന്റെ മകനും മകളുമായി മാറേണ്ടത്, മക്കളായി മാറേണ്ടത് എങ്ങനെയാണ്? വിവിധ കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ും 45-ഉം വചനങ്ങളിൽ കർത്താവ് പഠിപ്പിക്കും, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കല്ലാതെ ശപിക്കരുത്, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. മക്കളാവാനുള്ള ഒരു വഴി ദൈവം പറഞ്ഞു തന്നത് ശത്രുക്കളെ സ്നേഹിക്കുക, സ്നേഹിക്കാൻ കൊള്ളാത്തവരെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിട്ട് മാറുക. അതിന് ഈശോ പറഞ്ഞ ലോജിക്ക് ഇതാണ്, അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരുപോലെ വെയിലുദിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിതാവിന്റെ മക്കളായി മാറാൻ കർത്താവ് പറഞ്ഞു തന്ന വഴി സ്നേഹത്തിന്റെ ഭാഷ അഭ്യസിക്കുക എന്നുള്ളതാണ്. പിതാവിന്റെ മക്കളാകാനുള്ള വഴി സ്നേഹിക്കാൻ കൊള്ളാത്തവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒറ്റപ്പെട്ടതായും ആരുമില്ലാത്തതായും അവലംബമില്ലാത്തതായും അഭയമില്ലാത്തതായും മാറുന്ന ജീവിതത്തിന്റെ വളരെ നിരാശ്രയമായി പോകുന്ന മേഖലകളിൽ ഈ ഒരു ബോധം നമ്മെ ശക്തിപ്പെടുത്തിയേക്കും. എനിക്ക് ഒരു പിതാവുണ്ട്, ദൈവം എൻ്റെ പിതാവാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന 3 സംഭവങ്ങളിലും സ്നേഹിക്കുന്ന ഒരു പിതാവിനെയാണ് ഈശോ വരച്ചു കാണിക്കുന്നത്. ഒത്തിരി വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത 3 ഭാഗങ്ങളാണ് അത്. 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെട്ടു പോകുന്നു. നഷ്ടപ്പെട്ട ആടിനെയും തിരഞ്ഞ് ഇടയൻ യാത്രയാവുന്നു. കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്നു. കാനന നിബിഡതയിൽ എവിടെയോ ഒറ്റക്കലയുന്ന പാവം കുഞ്ഞാടിനെ അവൻ തിരികെ കണ്ടുപിടിക്കുന്നു. തോളിലേറ്റി തിരികെ കൊണ്ടുവരുന്നു. ദൈവം പിതാവാകുമ്പോൾ സംഭവിക്കുന്ന ആഘോഷമാണിത്. നഷ്ടപ്പെട്ടു പോയവരൊക്കെ വീണ്ടെടുക്കപ്പെടുന്നു. നിയമബന്ധിതമല്ലാത്ത നിയമത്തിന്റെ അനുശാസനങ്ങളെ അതിജീവിക്കുന്ന ഒരു സ്നേഹാനുഭവം മക്കൾക്ക് സ്വന്തമായി കിട്ടുന്നു. 10 നാണയങ്ങളുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഒരു നാണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പകല് മുഴുവൻ വീട് അടിച്ചുവാരി വൃത്തിയാക്കി വിളക്ക് കൊളുത്തി അന്വേഷിച്ചു എന്ന് വചനം പറയുന്നു. ഈ സ്ത്രീ പിതാവായ ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയ നാണയങ്ങൾ മക്കളാണ്. മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മക്കളെ നഷ്ടപ്പെടുത്തി കളയാൻ കൊതിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരപ്പൻ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി ഏറ്റവും വിലപ്പെട്ടതുപോലും നൽകാൻ തയ്യാറാവുന്നു. നാണയം നഷ്ടപ്പെട്ടു പോയ സ്ത്രീ പിതാവായ ദൈവമാണ്. നഷ്ടപ്പെട്ട നാണയം പാപികളായ മക്കളാണ്. നാണയം വീണ്ടെടുക്കാൻ വേണ്ടി ഈ സ്ത്രീ എടുത്ത അധ്വാനത്തിന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. 3-ാമത്തേത്, നമുക്ക് ഏറ്റവും സുപരിചിതമായ പാഠം, മകൻ വീടിന്റെ പടിയിറങ്ങിപ്പോകുമ്പോൾ മകനെയും കാത്ത് വഴിക്കണ്ണുകളുമായി ഇരിക്കുന്ന ഒരു പിതാവ്. മടങ്ങി വരുമ്പോൾ അവന് വേണ്ടി ഒരു ആഘോഷം തീർക്കുന്ന, ഒരു വിരുന്നൊരുക്കുന്ന പിതാവ്. പാളിച്ചകളെയും പരാജയങ്ങളെയും സ്നേഹത്തോടെ കാണാനും തിരികെ വിളിക്കാനും മടക്കയാത്രയ്ക്ക് പ്രേരിപ്പിക്കാനും നമുക്ക് ഒരു പിതാവ്.
അതുകൊണ്ട് നിരന്തരമായി ഈശോ പിതാവിനെ പറ്റി ഓർമ്മിപ്പിച്ചു. ദൈവം പിതാവാണെന്ന് പഠിപ്പിച്ചു. ദുഷ്ടരായ മാതാപിതാക്കൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ നിരന്തരം വിളിച്ച് കരയുന്ന മനുഷ്യർക്ക് എത്രയോ കാര്യങ്ങൾ, നന്മകൾ നൽകും, പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് പഠിപ്പിച്ചു. കർത്താവ് പഠിപ്പിച്ച ഈ പിതാവിന്റെ സ്നേഹത്തിന്റെ തണലിൽ ജീവിക്കാൻ കഴിയുന്ന മക്കളാവുക എന്നുള്ളതാണ് പ്രധാനം. ദൈവത്തിന്റെ മക്കളാണോ എന്ന് ഓരോ നിമിഷവും തിരിച്ചറിയാൻ ഉതകുന്ന ജീവിത പരിസരങ്ങളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. ദൈവത്തിന്റെ മകനാവാൻ യേശു ചെയ്തത് എന്താണ് എന്ന ഒരു കാര്യം കൂടി മാത്രം നോക്കിയിട്ട് നമുക്ക് ഈ വിചാരങ്ങളെ പൂർണ്ണമാക്കാം. ദൈവത്തിന്റെ മകനാകാൻ യേശു ചെയ്തത് എന്താണ്? യേശു ചെയ്തത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. യേശു ചെയ്തത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സ്വന്തം ജീവിതത്തിന് വില കൊടുത്തു. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ ഗൗരവമായി അഭിമുഖീകരിച്ചു. ഓരോ പ്രലോഭനവും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്ക 4-ലും നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ പ്രലോഭനവും തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ മലയിൽ നിന്ന് താഴേക്ക് ചാടുക. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ എന്നെ കുമ്പിട്ട് ആരാധിക്കുക. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈശോ വരുന്നത് ജോർദാനിൽ വെച്ച് യോഹന്നാന്റെ കയ്യിൽ നിന്ന് സ്നാനമേറ്റതിന് ശേഷമാണ്. യോഹന്നാന്റെ കയ്യിൽ നിന്നും സ്നാനം ഏറ്റു കഴിയുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗത്തിൽ നിന്നൊരു അരുളപ്പാടുണ്ടാവുന്നു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവം മനുഷ്യരെ മക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ മക്കളാണെന്ന് മക്കൾ സ്വയം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെ മീതെയും യേശു ക്രിസ്തു എന്ന ഏകപുത്രനിലൂടെ ദൈവം പിതാവായി മാറുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും ദൈവം മക്കളായിട്ട് കാണുന്നുണ്ട്. ഇനി മക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കളായിട്ട് വളരുക എന്നുള്ളത്. മക്കളായിട്ട് വളരാനുള്ള വഴിയാണ് ഈ പ്രലോഭന കഥകളിൽ വചനം പറഞ്ഞു തരുന്നത്. ഓരോ പ്രലോഭനവും വരുമ്പോൾ ദൈവപുത്രനായതുകൊണ്ട് ആണെങ്കിൽ ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ഈശോ പറയുന്നത് ദൈവപുത്രനായതുകൊണ്ട് ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നു. മകനായി മാറാൻ, മകളായി മാറാൻ ഞാൻ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ മുമ്പിലേക്ക് വരുന്നെത്തുന്ന പ്രലോഭനങ്ങളെ ദൈവത്തിന്റെ മക്കളെ പോലെ അന്തസ്സോടെ അതിജീവിക്കുക. രാജാവിന്റെ മകൻ രാജാവിന്റെ അന്തസ്സിന് ചേർന്ന വിധം ജീവിക്കുന്നത് പോലെ, രാജാവിന്റെ മകൻ രാജാവിന്റെ യോഗ്യതയ്ക്ക് ചേർന്ന വിധം സ്വന്തം പെരുമാറ്റ രീതികളെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ, ദൈവപിതാവിന്റെ മക്കൾ പിതാവിന്റെ അന്തസ്സിന് ചേർന്ന വിധം ജീവിക്കാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. ഓരോ നിമിഷവും പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഈശോയോട് പറഞ്ഞതുപോലെ ഒരു കാര്യം നമ്മുടെ മനസ്സിലും ആവർത്തിക്കണം: ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഓരോ ദിനാന്ത്യത്തിലും ദൈവത്തോട് മനസ്സ് നൊന്തും തവിച്ചും ദുഃഖിച്ചും ചോദിക്കാൻ പറ്റണം: ഇന്ന് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയോ? ദൈവം എന്നിൽ പ്രസാദിച്ചോ? ദൈവത്തിന്റെ മകനായി മാറാൻ ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തോ? ദൈവത്തിന്റെ മകനായി മാറാൻ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിച്ചോ? ദൈവത്തിന്റെ മകനായി മാറാൻ ഞാൻ എൻ്റെ അനുഭവങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളോട് ചേർത്ത് നിർത്തിയോ? മകനായി മാറാൻ ഈശോ ആവർത്തിച്ച് ചെയ്തത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയമായി എന്നുള്ളതാണ്. ഗത്സമനിയിൽ കണ്ണീര് വീണ ആ രാത്രിയെ ധ്യാനിക്കുക. പാനപാത്രത്തിൽ വീഞ്ഞെടുത്ത്, ഒരു പാത്രത്തിൽ അപ്പമെടുത്ത്, ശരീരവും രക്തവുമായി സ്നേഹിച്ച ചങ്ങാതിമാർക്ക് പങ്കുവെച്ചു കൊടുത്തതിന് ശേഷം സ്തോത്രഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ ചങ്ങാതി. ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? ഈ സ്തോത്രഗീതങ്ങൾ ആലപിച്ചിട്ട് ഗത്സമനിയിലേക്ക് പോകുമ്പോൾ അവന്റെ ചോര കണ്ണീരായി മാറുന്നു, അവന്റെ രക്തം വിയർപ്പായി മാറുന്നു. ഒലിവുമരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് ആകാശങ്ങളുടെ അനന്ത നീലിമയിലേക്ക് നോക്കി വേദനയോടും സങ്കടത്തോടും ഒരു മകൻ ആകാശത്തിലെ പിതാവിനോട് കരഞ്ഞു: അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ. അപ്പ എന്ന് വിളിച്ച മകന് വെളിപാടുണ്ടായി. മകനാണെന്ന ബോധം ആഴപ്പെട്ടു.
മകൻ അടുത്ത നിമിഷം കൂട്ടിച്ചേർത്തു, അപ്പാ എൻ്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. മകനാവാൻ ഈശോ നിരന്തരം ശ്രമിച്ചത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയമായി ജീവിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കാൻ ദൈവഹിതത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവേ എന്ന് വിളിക്കാൻ മക്കൾക്ക് യോഗ്യത കിട്ടുന്നത് അപ്പന്റെ ഇഷ്ടങ്ങൾക്ക് ചാരെ സഞ്ചരിക്കുമ്പോഴാണ്, അപ്പന്റെ വിരൽത്തുമ്പ് പിടിച്ച് യാത്രയാവുമ്പോഴാണ്. ഏതൊരാൾക്കൂട്ടത്തിലും നഷ്ടപ്പെട്ടു പോകാതെ ദൈവം കൂട്ടുവരുന്നതും കൂടെ കൂട്ടുന്നതും വിരൽത്തുമ്പ് പിടിച്ച് യാത്രയാവുന്നതും ഇഷ്ടത്തിന് വിധേയമായിട്ട് ജീവിക്കുന്ന മക്കളായി നാം മാറുമ്പോഴാണ്. കർത്താവിന്റെ മക്കളായി മാറാൻ, ഈ മക്കളെന്ന ബോധത്തിൽ ആഴപ്പെടാൻ, മക്കളായിട്ട് വളരാൻ സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് പിതാവാണെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഈ പിതാവിന്റെ സ്നേഹത്തിന്റെ വിരിക്കപ്പെട്ട കരങ്ങൾക്ക് കീഴിൽ ജീവിതം ജീവിച്ചു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ ഞങ്ങൾക്ക് നൽകിയ സ്വർഗത്തിലെ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടും തിരുഹിതം അനുസരിച്ചുള്ള എളിമയോടും താഴ്മയോടും സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.